മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്ക് പരീക്ഷകളിൽ 1 മാർക്കിന് നിങ്ങൾക്ക് ഫുൾ സ്കോർ പോയി, 2 മാർക്ക് തെറ്റിപ്പോയി, എനിക്കത് അറിയുന്നതായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ഒരു പ്രയാസം കൊണ്ട് എനിക്ക് തെറ്റ് വന്നു എന്നൊക്കെ പറയുന്ന ധാരാളം അനുഭവങ്ങൾ കുട്ടികൾക്കുണ്ടാവും. ആൾജിബ്രയിൽ ബീജഗണിത രൂപത്തിൽ തെറ്റുന്ന പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് തെരഞ്ഞ് കണ്ടുപിടിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് തെറ്റുന്നത് എന്നും ഇതിന്റെ ശരിയായത് എങ്ങനെയാണ് എന്നുമാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ധാരാളം വീഡിയോസ് മാത്സ്യൂൾ, യൂട്യൂബിൽ മാത്സ്യൂൾ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൂട്ട് ഓഫ് 9 + x² = 3 + x. ഇത് കുട്ടി എഴുതാനുള്ള കാരണം 9-ൻ്റെത് കുട്ടിക്കറിയാം 3 ആണെന്നറിയാം, സ്ക്വയർ റൂട്ട് 3 ആണെന്നറിയാം, x² x ആണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഓരോന്നിൻ്റെതായിട്ട് കുട്ടി ആൻസർ എഴുതുകയാണ്. 3 + x എന്ന് പറയുന്നത് തെറ്റാണ്. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ആൻസറുകളെല്ലാം ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ അശ്രദ്ധ കൊണ്ട് എഴുതി പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ആൻസർ 3 + x വരണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ? റൂട്ട് ഓഫ് 3 + x ഹോൾ സ്ക്വയർ വന്നാൽ മാത്രമേ നമുക്ക് ആൻസർ 3 + x കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ റൂട്ട് ഓഫ് 9 + 6x + x², ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ആൻസർ 3 + x വരിക. അപ്പൊ റൂട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ വരികയാണെങ്കിൽ, കൂട്ടുകയോ കുറക്കുകയോ വരികയാണെങ്കിൽ ഓരോന്നിന്റെയും സ്ക്വയർ റൂട്ട് എഴുതിയാൽ തെറ്റാണ്. അങ്ങനെ എഴുതിക്കൂടാ. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 3 ബ്രാക്കറ്റിൽ x+2 ഉണ്ട്. കുട്ടികൾ എന്താ ചെയ്യുക? ഈ ബ്രാക്കറ്റ് വരുമ്പോൾ അവർക്കറിയാം ഗുണിക്കേണ്ടതാണ്, ഇൻറ്റു ചെയ്യേണ്ടതെന്ന് അറിയാം. അവർ ഉടൻ തന്നെ 3 × x 3x എന്ന് എഴുതി. പക്ഷെ 3നെ കൊണ്ട് അവർ 2നെ ഗുണിക്കില്ല. അവർ 3 × x എഴുതി +2 എന്ന് അവർ എഴുതും. ഇത് തെറ്റാണ്. അപ്പോൾ ശരിയായ രീതി എന്താണ്? ബ്രാക്കറ്റിന് അകത്തുള്ള ഓരോരാളെയും ഓരോരോ കാര്യങ്ങളെയും ഈ പുറത്തുള്ളതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താ? 3 × x + 3 × 2 ആണ് വരിക. അപ്പൊ ശരിക്കും ആൻസർ 3x + 6 ആണ് ശരിയായ ആൻസർ വരിക. ഇങ്ങനെ അല്ല. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം നോക്കൂ. x² = 4, x = √4 എന്നാണ് എഴുതുക. അത് നമ്മളിപ്പോൾ ഈ 7th സ്റ്റാൻഡേർഡിന് മുകളിലേക്ക് വരുന്ന കുട്ടികൾക്ക് 8ലും 9ലും 10ലും എല്ലാം പറ്റുന്ന മിസ്റ്റേക്ക് ആണിത്. x² = 4 ആണെങ്കിൽ x = √4 മാത്രം എഴുതിയാൽ അത് തെറ്റാണ്. മറിച്ച് എന്തൊക്കെയാണ് വരിക? x² = √4 ആണെങ്കിൽ x = +or - അതായത് √4 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതുക? 2 എന്നാണ് ആൻസർ എഴുതുക. അത് തെറ്റാണ്. എന്താ വരിക? റൂട്ട് +or - √4 ആണ് വരിക. +or - √4 എന്ന് പറഞ്ഞാൽ √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ +2 വരാ, -2 വരാ. അതായത് ഇതിന് വേറെ മാറ്റി എഴുതിയാൽ +2 വരാം, -2 വരാം, രണ്ടും വരാം. ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ എന്താ വരിക? വെറും 2 ആണ് വരിക. അത് മാത്രം എഴുതുകയാണെങ്കിൽ ആ വാല്യൂ മാത്രമല്ല ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് വേണ്ടത്? x² = 4 വരുമ്പോൾ x = +or - √4 എന്ന് വേണം. √4 2 അപ്പൊ 2 ആണ്. +or - നിർബന്ധമായും വേണം. ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. എന്താണ്? +2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും +2 സ്ക്വയർ +4 അല്ലെങ്കിൽ 4. -2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാലും അതെന്താ കിട്ടുക? +4 തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ 4ന്റെ സ്ക്വയർ റൂട്ട്സ് എന്തായാലും വരും. +2 വരാം, -2 വരാം. അതാണ് മൂന്നാമത്തെ കാര്യം. നമ്മൾ ശരിയാണെന്ന് പലപ്പോഴും വിചാരിക്കുന്ന ഒരു തെറ്റാണ് ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചത്. ഇനി നോക്കൂ. 2/x = 6, x = 6/2 എന്നാണ് എഴുതുന്നത്. നോക്കൂ, 2/x = 6 എഴുതിയാൽ കുട്ടികൾ x = 6/2 എന്ന് എഴുതും. അത് അങ്ങനെ, ഇത് തെറ്റാണ്. അപ്പൊ എന്താണ് ശരിയായ രീതി? 2/x = 6 ആയിട്ട് കുട്ടി x = 6/2 എഴുതേണ്ട കാരണം എന്താ? അവന്റെ മനസ്സിൽ എവിടെയോ ഇങ്ങനെയുള്ള ഒരു രൂപം ഉണ്ടാവും.
2x = 6 ആയാല് കുട്ടിക്ക് എഴുതിയ ഒരു രൂപം ഓർമ്മയുണ്ട്. എന്താണ്? x = 6/2. അതാണ് ഇതിന്റെ പേരിൽ =3 വരും. ഇത് അവൻ എവിടെയോ കേട്ടതിന്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്? അതുപോലെ ഇതിനെയും എഴുതുന്നത്. അപ്പൊ അത് തെറ്റാണ്. ശരിയായിട്ട് എങ്ങനെയാ വരിക? 2/x = 6 എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ ചെയ്യാം. ഒരു തരം 2/x = 6 എന്ന് പറയുമ്പോൾ x/2 = 1/6 എന്ന് എഴുതാം. അപ്പൊ x നമുക്ക് കിട്ടും ഇതാ 6x = 2 എന്ന് വരും. അപ്പോൾ x നമുക്ക് കിട്ടുന്നത് 2 × 1/6, അതായത് 2/6 = 1/3 എന്ന് പറയുന്ന ആൻസറിൽ കണ്ടുപിടിക്കാം. ഇതേ ഈ 2/x-ന്റെ x-ന്റെ മുകളിലേക്ക് എടുക്കുന്നത്. ഇനി അങ്ങനെ പ്രയാസമുള്ള കുട്ടികൾക്ക് വേറൊരു തരത്തിൽ ചെയ്യാം. അതായത് 2/x = 6 എന്ന് പറയുമ്പോൾ 6നെ 6/1 ആക്കിയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x-നെ 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും 6x = 2 × 1 = 2 കിട്ടും. അതിൽ നിന്ന് നമുക്ക് x = എത്ര കിട്ടും? 2/6 എന്ന് കിട്ടും. അപ്പൊ x-നെ ഡയറക്റ്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ അത് മിസ്റ്റേക്ക് ആയിട്ട് വരും. മുകളിൽ x ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ അതിനെ തിരിച്ച് എഴുതിയിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, 3 = 2/5 എന്നാണ് അവൻ എഴുതുന്നത്. അപ്പൊ എന്താണ് അവൻ ചെയ്ത വഴി? എന്താണെന്നറിയോ? അവൻ ഈ 3യും കട്ട് ചെയ്തു. പിന്നെന്ത് ചെയ്തു? ഈ x-ഉം കട്ട് ചെയ്തു. ബാക്കി എന്ത് കിട്ടി? 2/5 എന്ന് പറയുന്ന ആൻസർ ആണ് കുട്ടിക്ക് കിട്ടിയത്. അത് തെറ്റാണ്. അപ്പോഴെങ്ങനെയാ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 2x + 3 3നും കട്ട് ചെയ്യാൻ പറ്റില്ല. 2x - 3 ആയാലും 3നും കട്ട് ചെയ്യാൻ പറ്റില്ല. ശ്രദ്ധിക്കണം. മറിച്ച് കട്ട് ചെയ്യണമെങ്കിൽ 3യും കട്ട് ചെയ്യണമെങ്കിൽ 2x × 3 / 5x × 3 ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? 3യും കട്ട് ചെയ്യാം, x-ഉം കട്ട് ചെയ്യാം, 2/5 അവന് ആൻസർ എഴുതാമായിരുന്നു. പക്ഷേ ഇവൻ ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് അവൻ ഏതിലും കട്ട് ചെയ്യുന്നത്? 3യും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ 2x + 3യോ പ്ലസോ മൈനസോ ഇട്ടിട്ട് വേറൊന്ന് നമ്പർ വരികയാണെങ്കിൽ മുകളിലും താഴെയുള്ളത് നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെയും വരുന്നത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. താഴെ 1 മാത്രമാണെങ്കിൽ, താഴെ 2 വരുമ്പോൾ നമുക്ക് അത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്താ വരിക? 2x + 3/5x + 3. ഇത് തന്നെയാണ്. ഇതിനെ നമുക്ക് വേറെ തരത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷെ കുട്ടി തെറ്റിദ്ധരിച്ചത് ഇൻറ്റു ഇട്ടിട്ടാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതാണ് കുട്ടിയെ തെറ്റിദ്ധരിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. x² - 3x = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടി എഴുതും x = 3. കുട്ടി ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ കുട്ടിക്കറിയാം x² - 3x എന്ന് പറയുന്ന സമയത്ത് കുട്ടി എഴുതുന്നത് x-നെ ഔട്ട്സൈഡിൽ എടുത്തു കഴിഞ്ഞ് കുട്ടി x × x - 3 = 0 എന്ന് എഴുതും. x × x² x × 3x ഓൾറെഡി മൈനസ് ഇവിടെയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കുട്ടി എഴുതുന്ന അടുത്ത സ്റ്റെപ്പ് x - 3 = 0. therefore x - 3 0 ആവുമ്പോൾ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്ത് 0 ആണെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇത് 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും 0. അപ്പൊ ആ തരത്തിൽ നമ്മൾ എഴുതുമ്പോൾ x - 3 = 0 കിട്ടും. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് x = 3, കാരണം 3 - 3 = 0. x = 3 എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ ഇവിടെ എത്തിച്ചേരും. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആയതുകൊണ്ട് ഇതിന് 2 വാല്യൂസ് ഉണ്ടാകാം. അപ്പോ x - 3 = 0 മാത്രമല്ല, ഇതിന്റെ ആൻസർ വരിക x = 0 കൂടെ വരും. ഇതും 0 ആവാം. ഇതിനെ കുട്ടി കൺസിഡർ ചെയ്യുന്നില്ല. ഇതിനെ മാത്രം ചെയ്തിട്ടാണ് പലപ്പോഴും ആൻസർ എഴുതുന്നത്. അതാണ് അതിന്റെ ഒരു കാര്യം നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ടത്. രണ്ടാമത്തേക്ക് നോക്കൂ. 4 × 2n = 64. കുട്ടി അടുത്ത സ്റ്റെപ്പിൽ എഴുതാൻ പോകുന്നത് 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 8n = 64. 8ന്റെ n-ആം കൃതി 64 എന്ന് എഴുതും. കുട്ടി അങ്ങനെ എഴുതാനുള്ള കാരണം 4 × 2 എന്ന് പറയുന്നത് കുട്ടിക്ക് അറിയാം 8 ആണെന്ന് അറിയാം. ഈ ഒരു ധാരണയിലാണ് കുട്ടി ഈ ഒരു പവറുള്ള നമ്പറിനെ ഒരു
നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരു പവറുള്ള നമ്പറിനെ ഗുണിച്ചാൽ അതിന്റെ ബേസുകൾ തമ്മിൽ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്താൽ റിസൾട്ട് ശരിയാവില്ല. അതൊന്ന് അറിഞ്ഞു വെക്കണം. അങ്ങനെ ആവുമ്പോൾ ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് അതിന് മുമ്പിലുള്ള നമ്പർ കൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എക്സാമ്പിൾ 3 × 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 6 സ്ക്വയർ എന്ന് എഴുതി അത് തെറ്റാണ്. 6 സ്ക്വയർ നമുക്ക് കിട്ടുക 36 ആണ് കിട്ടുക. പക്ഷെ 3 × 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 സ്ക്വയർ 4 ആണ്. 3 × 4 12 ആണ്. അപ്പൊ പെട്ടെന്ന് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സ്ക്വയർ എഴുതുന്ന ശീലം ഉണ്ടാവുമ്പോൾ അത് റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോ 8n = 64 എന്ന് എഴുതിക്കൂടാ. മറിച്ച് എങ്ങനെയാന്ന് എഴുതേണ്ടത്? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ 2n = 64/4 എന്ന് എഴുതുക. അപ്പൊ നമുക്ക് കിട്ടും 16 എന്ന് കിട്ടും. 64 4 കൊണ്ട് 2n 16 ആവുമ്പോൾ 16 നമുക്ക് 2/4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ n-ന്റെ വാല്യൂ നമുക്ക് 2 ആയിട്ട് കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? അല്ലാണ്ട് പവറുള്ള ഒരു നമ്പറിനെ വെറും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതാണ് അടുത്ത കാര്യം. അടുത്ത് നോക്കൂ, മോഡുലസ് ഓഫ് x - 4 = x + 4 എന്ന് എഴുതും കുട്ടി. എന്താണ് അങ്ങനെ കുട്ടി എഴുതാനുള്ള കാരണം? കുട്ടി മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്നറിയോ? മോഡുലസ് ഓഫ് 3 = 3 എന്ന് കുട്ടി പഠിച്ചിട്ടുണ്ട്. മോഡുലസ് ഓഫ് -3 = 3 എന്നും കുട്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഈ ഒരു ഐഡിയ കുട്ടിക്ക് ഉണ്ടായത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാരണം വരുമ്പോൾ കുട്ടി എക്സിൻ്റെത് എക്സ് എന്ന് എഴുതും, -4ൻ്റെത് 4 എന്ന് എഴുതും. അത് തെറ്റാണെന്ന് ആദ്യം. ഇത് കറക്റ്റ് ആണ്, പക്ഷെ ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. കാരണം എന്താണെന്നറിയോ? നമുക്ക് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പരിശോധിക്കാം. മോഡുലസ് ഓഫ് 5 - 2 എന്ന് പറഞ്ഞാൽ കുട്ടി എന്താ എഴുതുക? കുട്ടി എഴുതുക 5 + 2 എന്നായിരിക്കും. കുട്ടി അവിടെ എഴുതുന്ന മാതിരി കുട്ടി എഴുതുക 5 + 2 = 7 ആണ് കുട്ടി എഴുതുക. അപ്പൊ ശരിക്കും എന്താ വരിക? മോഡുലസ് ഓഫ് 5 - 2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് 3 ആണ്. ഈ 5 - 2 എന്ന് പറഞ്ഞാൽ 3 ആണ് വരിക. മോഡുലസ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 3 ആണ്. ഇതാണ് റൈറ്റ് ആൻസർ. ഇത് റോങ് ആണ്. അപ്പൊ ആ ഒരു തെറ്റില് മോഡുലസ് ഓഫ് x = x, മോഡുലസ് ഓഫ് -4 = 4 എന്ന് പറയുന്ന ആ ആശയം അറിയുന്നത് കൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു വരുമ്പോഴും ഇവിടെ ആ നിയമം പ്രയോഗിക്കാൻ കുട്ടി ശ്രമിക്കുന്നു. അങ്ങനെ തെറ്റുപറ്റുന്നു. ഈ മോഡുലസ് വരുന്ന സമയത്ത് ഇത് തന്നെ x - 4 തന്നെയാണ് ഇവിടെ വരിക. ഓക്കെ, -3x < 9 ആവുമ്പോൾ x < -3 എന്നാണ് കുട്ടി എഴുതുന്നത്, തെറ്റിച്ചെഴുതുന്നത്. ഇതെല്ലാം റൈറ്റിൽ ഞാൻ എഴുതിയതെല്ലാം തെറ്റിച്ചെഴുതിയതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് കുട്ടി ഇത് ഇങ്ങനെ എഴുതുന്നത് ചോദിച്ചാൽ കുട്ടിക്ക് അറിയാം 3x = 9 ആവുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ട് x = 9/3 എന്ന് എഴുതിയിട്ട് 3 എന്ന് പറയുന്ന ആൻസർ കുട്ടി നേരത്തെ ധരിച്ചു വെച്ചൊരു ആൻസർ ആണ്. കറക്റ്റായി ധരിച്ചു വെച്ചൊരു ആൻസർ ആണ്. ആ ഐഡിയയിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? ഈ ലെസ് ദാൻ എന്ന് പറയുന്ന കാര്യങ്ങളെയും ഉൾപ്പെടുത്തി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ വരിക? കുട്ടിക്ക് ഇവിടെ എന്താ എഴുതിയത്? x < -3 എന്നാണ് എഴുതിയത്. x < -3 ആകുമ്പോൾ എക്സിന് എന്ത് വില വരാം? > -3 എന്ന് പറയുമ്പോൾ നമുക്ക് -3നെക്കാട്ടി വലിയ വിലകളാണ് നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുക. അതായത് -2 കൊടുക്കാം, -1 കൊടുക്കാം, 0, 1, 2, 3, 4 എന്നിങ്ങനെ പോകുന്ന വിലകളിലും കൊടുത്തു നോക്കാം. നമുക്ക് ആദ്യം നമുക്ക് ഇത് ഞാൻ വീണ്ടും ഇവിടെ പകർത്തി എഴുതാം. -3x < 9 ആണ് തന്നത്. x = -2 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, എക്സിന് -2 കൊടുക്കുകയാണെങ്കിൽ -3 × -2 < 9. നോക്ക്, -3 × -2 6, 6 < 9 കറക്റ്റ് ആണ്. ഇനി -1 കൊടുത്തു നോക്കാം. -3 × -1 അപ്പൊ നമുക്ക് എത്ര കിട്ടും? +3 < 9 എന്ന് പറയുന്നത് കിട്ടും. അപ്പൊ -3x < 9 എന്ന് പറയുമ്പോൾ അതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് x = പറയുന്നത് പോലെ -9/3 എന്ന് എഴുതിയിട്ട് -9/3 എന്ന് എഴുതുന്നത് തെറ്റാണ്. മറിച്ച് അതിന്റെ നേരെ റിവേഴ്സ് എടുക്കുക. 3x > -9 എടുക്കുക. അങ്ങനെ എടുത്തിട്ട് എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വരും. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത് തെറ്റും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളതിനെ തിരിച്ച് ഇങ്ങനെ എഴുതണം. ഇതിന്റെ ചിഹ്നം പോസിറ്റീവ് ആക്കിയിട്ട് എഴുതുക. പിന്നെ എന്ത് ചെയ്യുക? ഇതിന്റെ ചിഹ്നം ഇത് മാറ്റുക, ഇതിന്റെ ചിഹ്നവും മാറ്റുക. അപ്പൊ ആ തരത്തിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ ജനറൽ ആയിട്ട് എല്ലാവർക്കും
തെറ്റിക്കുന്നത്. 7ാം ക്ലാസ് മുതലാണ്, സ്റ്റാൻഡേർഡ് 7 മുതലാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അന്ന് മുതൽ പല കുട്ടികൾക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഏത്, a+b² പെട്ടെന്ന് അവർ എഴുതി കളയും a² + b² എന്ന്. അത് നമ്മുടെ a+b² തെറ്റായിട്ട് എഴുതുന്നതാണ് a² + b². ശരിക്കും a+b² എക്സ്പാൻഷൻ a+b × a+b എന്നാണ് വരിക. മൾട്ടിപ്ലൈ ചെയ്താൽ b × b b², b × a ab, b പിന്നെ a × b ab, a × a a². ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും a² + ab + ab 2ab + b². അതായത് a+b a+b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ശരിക്കാ കിട്ടേണ്ട ആൻസർ എന്താ, a² + 2ab + b² എന്ന് പറയുന്നതാണ്. മറിച്ച് ഇതിന്റെ സ്ക്വയർ എഴുതിയിട്ട് തെറ്റിച്ചെഴുതുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. മറിച്ച് 2 × a × b എന്ന് പറയുന്ന ഒരു ടേമും കൂടെ അവിടെ വേണം. ഇങ്ങനെയുള്ള ഇത് a+b² പോലെ x + y² എഴുതി കഴിഞ്ഞാലും x² + 2 × x × y + y² എന്ന് പറയുന്ന രീതിയിലേക്ക് വരും. ഇതെല്ലാം പൊതുവെ നമ്മൾ തെറ്റിക്കുന്ന പൊതുവെയുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി മനസ്സിലാക്കി വെച്ചാൽ നമ്മൾക്ക് ധൈര്യത്തോടു കൂടി നമ്മുടെ പാഠഭാഗങ്ങളിലെല്ലാം അങ്ങനെ 100% ശരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ.